ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എനിക്കും സുഖം തന്നെയാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം. സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പം ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ മുറ്റമടിയാണ്. കഞ്ഞിയിട്ട് കഴിഞ്ഞാട്ടോ തുടങ്ങുന്നത്. മുറ്റം അടിക്കാൻ നേരെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഹോസ്, ഇവിടെ വെള്ളം ചെടികളൊക്കെ നനയ്ക്കുന്ന ഹോസാട്ടോ. അത് പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റലാണ് രാവിലെ എൻ്റെ മെയിൻ ടാസ്ക് കേട്ടോ. അടിച്ചു വരുമ്പോൾ അതങ്ങനെ വളഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി കേട്ടോ. ഇന്ന് ഞാൻ മുറ്റം ഇച്ചിരി നല്ലോണം തൂക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മുറ്റം തൂത്ത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് മീൻ വെട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതിനാട്ടോ ഇത്ര ക്ലിയറായിട്ട് പിന്നെ മുറ്റം തൂക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ ഇരുന്ന് മീൻ വെട്ട ഈ ഒരു ഭാഗം, പിന്നെ ഞാൻ വേറൊരു ഭാഗം കേട്ടോ പിന്നെ ഞാൻ സെലക്ട് ചെയ്തത്. എല്ലാ പ്രാവശ്യം ഞാൻ ഈ പനിനീർ കൂർക്കയുടെ അടുത്തിരുന്നായിരിക്കും മീൻ വെട്ടുന്നത് അല്ലേ. ഇപ്രാവശ്യം ഞാൻ അവിടെ ഒരു ബോൾസൺ ചെടിയുണ്ട്, അതിന് കുറേ കറ്റാർവാഴയൊക്കെ നട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് മീൻ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തുന്നത് P2ൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ P2 പതുപോലെ അടിച്ചു വിട്ടു. അപ്പം ഇവിടെ അധികമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ മുറ്റം തൂക്കുന്നത്. മുഴുവൻ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കൂലേ, എന്നും മുറ്റം അടിക്കലേ ഉള്ളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ റൂബി പ്ലാന്റ്സൊക്കെ ഞാൻ കെട്ടിവെച്ച വീഡിയോ എടുത്തിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെടികളുടെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ചെടി സംരക്ഷണവും ചെടിയെല്ലാം ഞാൻ റീപോർട്ട് നടത്തിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ടാകും. അതിൽ ഞാനൊരു ചെറിയ സെയിലിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ അവിടെയുള്ള ചെടിയൊക്കെ ഒന്ന് ഈ ചെടികളുടെ ഇടയ്ക്കൂടിയൊക്കെ ഈ കാടും പിന്നെ പഴയ ചെടികൾ കേടാകുന്നതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു കേട്ടോ. സമയമില്ലാതെയാണ് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. രാവിലെ തന്നെ ആ കിട്ടുന്ന സമയം, അടിച്ചു വരുന്ന സമയമൊക്കെ ഞാനൊന്ന് ഓടി ഇങ്ങനത്തെ ഇടയ്ക്കൂടി വളരുന്ന കാടുകളൊക്കെ ഒന്ന് പറിച്ച് കളയുന്നു കേട്ടോ. നമ്മുടെ ചെടിയുടെ ഇടയ്ക്കൂടി ഇങ്ങനെ ഇഷ്ടംപോലെ പുല്ലു വളർച്ച ഉണ്ടാവും കേട്ടോ. അപ്പം ഇതൊക്കെയാട്ടോ നമ്മുടെ ചെടികൾ, നമ്മുടെ ബോൾസൺ തൈകളൊക്കെ എല്ലാം നല്ലോണം പൂവിട്ട് നിൽപ്പുണ്ട് കേട്ടോ. റോസും എല്ലാം പൂവിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോയേ. അപ്പോൾ ഇന്നലെ ചെറിയ മത്തിയാട്ടോ മോൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ രാത്രിയായിരുന്നു, കുറച്ച് വൈകിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ വെട്ടാമെന്ന് ഞാൻ രാവിലെ എടുത്ത് ഇത് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പം ഈ മത്തി സാധാ മത്തി പോലെയല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം പീര വെച്ച മത്തി പോലെയല്ല. ഈ മത്തിക്ക് നല്ല രുചിയുള്ള മത്തിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കിട്ടില്ല, ഇത്രയും ഒരു ടേസ്റ്റായിട്ട് കിട്ടില്ല. സംഭവത്തിന് കാര്യം അധികം വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ചെറിയ മത്തി കേട്ടോ. അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് മുഴുവൻ വെട്ടിയെടുത്തു. പകുതി എടുത്തിട്ടുള്ളൂ, പകുതി ഇനിയും ഫ്രിഡ്ജിലിരിപ്പുണ്ട് കേട്ടോ. രാവിലെ എനിക്ക് ഒരുപാട് നേരം ഇരുന്ന് വെട്ടാൻ സമയമില്ല, മോന് പോകണം. അപ്പം ഇത് രാവിലെ അവന് ഇഷ്ടമാട്ടോ. ഒരു മീൻകറി ഉണ്ട്, ചാറൊക്കെ ഉണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ കുറച്ചെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയെടുത്ത് പീര വയ്ക്കാം, പിന്നെ ബാക്കിയെടുത്ത് പീര വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബോൾസൺ തൈ അറിയാതെ ചാഞ്ഞു പോയി കേട്ടോ. അത് ഞാൻ അവിടെ പാകി നിർത്തിയതാട്ടോ, മാറ്റി നടാൻ വേണ്ടിയിട്ട്. പക്ഷെ മാറ്റി നടാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് അവിടെ എല്ലാം കൂടി അങ്ങ് വളർന്നതാട്ടോ. ഇനിയും നമുക്ക് സമയത്തിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് പല കാര്യങ്ങളും നടക്കാതിരിക്കുന്ന കേട്ടോ. എല്ലാത്തിലും ഒന്നും കൈ എത്തിപ്പെടാനും പറ്റുകയില്ല കേട്ടോ. അപ്പോൾ ചെകിളയൊക്കെ ഒന്ന് മാറ്റിയാട്ടോ വെട്ടി നിർത്തി വെച്ചേക്കുന്ന. മീനൊരു ഭാഗം, പിന്നെ ചെകിളയും ഇതുമൊക്കെ വേറൊരു ഭാഗവും ഒക്കെ ആയിട്ട് വെട്ടി എന്തായാലും മീനൊക്കെ ലാസ്റ്റ് തീർന്നു കേട്ടോ. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് വെട്ടുന്നത്. ഞാൻ മീൻ വെട്ടുന്നത് കണ്ട് ബോറടിക്കണമെന്ന് വിചാരിച്ചാട്ടോ ഞാൻ സ്പീഡിൽ മീൻ വെട്ടുന്നത്. അങ്ങനെ ഞാൻ ബോൾസൺ തൈ കണ്ടില്ലേ, ഇച്ചിരി ചാഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി മാറിയിരുന്നു. അങ്ങനെ നമ്മുടെ മീൻ വെട്ടും. പിന്നെ ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ അടുത്തൊരു ടാസ്ക് ഈ ചട്ടിയിലിട്ട് തേക്കുക എന്നുള്ള കേട്ടോ. ചട്ടിയിലിട്ട് കല്ലുപ്പില്ലായിരുന്നു, അപ്പം ഞാൻ ഇച്ചിരി പൊടിയുപ്പ് ഇട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ അഴുക്കും ഉളുമ്പും എല്ലാം പോകും കേട്ടോ. അങ്ങനെ മീൻ വെട്ടും ഇവിടെ രണ്ടും കുറേ കഴുകണം കേട്ടോ. എനിക്കിങ്ങനെ കഴുകി വെള്ളം തെളിയുന്നോടെ വരെ ഈ മത്തി, അന്നേരം അതിൻ്റെ ശരിക്കും അതിൻ്റെ ഉളുമ്പ് പോളൂ. പിന്നെ ഈ വെള്ളമില്ലേ, ഉപ്പിട്ട് തേക്കുന്ന വെള്ളമല്ലേ, ഈ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ. ഇത് നമുക്ക് എന്തിനേലും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ, കറിവേപ്പിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചുവട്ട് കൃത്യം കൊണ്ട് ഒഴിക്കില്ല, ഇച്ചിരി മാറ്റി ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇച്ചിരി വിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാട്ടോ ഈ മത്തിയുടെ ഇങ്ങനെയുള്ള ഈ വെള്ളം. ഞാനിത് കറിവേപ്പിനും പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ തൈകൾക്കൊക്കെ ചേരും കേട്ടോ. തുളസിക്കൊന്നും ഒഴുകിയില്ല. അങ്ങനെ ചെറിയ
ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്ന് മീൻ കറി വയ്ക്കുക കേട്ടോ ചെയ്തത്. മീൻ കറി വയ്ക്കാൻ ഞാൻ ആദ്യം എന്താണ് ഗ്രേവിയൊക്കെ ശരിയാക്കി വെച്ചിട്ടാട്ടോ പോയി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഗ്രേവി ഞാൻ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞ് മീൻ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുവന്ന് ഇത് തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അന്നേരം തിരക്ക് കാരണം ഞാൻ ഓർത്ത് മീനോട് കൂടി കിടന്ന് തിളക്കട്ടെ എന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച പുളി ഇടാൻ മറന്നുപോയി കേട്ടോ. പിന്നെ എടുത്ത് പുളിയിട്ട് രണ്ടാമതായിട്ട് പുളി ഇട്ടത്. കുഴപ്പമില്ല, മീൻ തിളച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഗ്രേവി തക്കാളി സവോള എന്നും ഞാൻ മീൻ കറി വയ്ക്കുന്നതല്ലേ, ഇഞ്ചിയും കുറച്ച് ഗാർലിക്കും കൂടുതൽ എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ചീരച്ചേമ്പ്, ഈ ചേമ്പ് അറിയോ, ഇതിൻ്റെ ഇലയും തണ്ടും താളവും എല്ലാം നമുക്ക് തോരൻ വെക്കാൻ പറ്റുന്ന സൈസാട്ടോ. ഇതിന് ഇലയ്ക്കും ചൊറിച്ചിലില്ലാത്ത സൈസ്, കറിക്ക് മാത്രമായിട്ട് വിത്തുണ്ടാകില്ലാത്ത സൈസ് ഒരു ചേമ്പാട്ടോ ഈ ചീരച്ചേമ്പ്. അപ്പോൾ അതിൻ്റെ കൂമ്പും തണ്ടും ഒക്കെ കൂടിയാട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ കീറി കീറി നോക്കുക കേട്ടോ, അതിൻ്റെ ഉള്ളിൽ വല്ല എന്താണ് ജീവികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നൂർത്തി നോക്കിയിട്ടാട്ടോ ഇത്. പിന്നെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം. പക്ഷേ എന്താണ് ചീര കഴിഞ്ഞും ടേസ്റ്റാട്ടോ ഈ ചേമ്പിന്, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ അതതിൻ്റെ തൊലി ഇങ്ങനെ ഊർത്തിയെടുക്കുക കേട്ടോ. അല്ല അരിയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ പുറത്തെ തോലും നല്ലതാണ് കൂട്ടി അരിഞ്ഞാൽ, പക്ഷേ അതിങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാനതങ്ങ് അരിഞ്ഞ് കളഞ്ഞു, അല്ല ചീന്തി കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇത് കൂട്ട് കുറച്ച് ഇല ഏറെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ നമുക്കിത് തന്നെ തോരൻ വെച്ചാൽ. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഇത് കൂട്ടി ഇച്ചിരി തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചീരച്ചേമ്പ് ഉള്ളവർ അടുത്തൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് പറിച്ച് തോരൻ വെച്ച് നോക്കുക കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള കേട്ടോ ഈ ചേമ്പിന്, ചേമ്പിൻ്റെ ഇലയ്ക്കും ചേമ്പിൻ്റെ തണ്ടിനും ഒക്കെ. അങ്ങനെ നമ്മുടെ താളയ്ക്ക് അരിഞ്ഞു. പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി മുളക്, ചെറിയുള്ളി, തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂട്ടി ഞെരടി ഒതുക്കുന്നില്ല കേട്ടോ. മെല്ലെ കൈയും കൊണ്ട് എല്ലാം കൂട്ടി അങ്ങോട്ട് അരിഞ്ഞ് ഒതുക്കിയാട്ടോ ഇടുന്നത്. അതങ്ങനെ അതും അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ചെയ്യാൻ പോയത് ഉപ്പുമാവാട്ടോ. ഉപ്പുമാവിന് ഇതുപോലെ അത് കണ്ടില്ലേ, ഈ ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ അരിഞ്ഞപ്പോൾ അത് ഞാൻ ലേശം അരിഞ്ഞു കേട്ടോ. അതിൽ പിന്നെ ഇച്ചിരി ക്യാരറ്റിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത്. അപ്പോൾ നമ്മുടെ തോരനുള്ള കൂട്ടുമായി, നമ്മുടെ ഉപ്പുമാവിനുള്ളതുമായി. ഒറ്റ പിടിക്ക് ഞാൻ അത് എല്ലാത്തിനും കൂടിയുള്ള ഉള്ളി അരിഞ്ഞു കേട്ടോ. പിന്നെ പച്ചമുളകിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് കാന്താരിയാന്ന് പറഞ്ഞല്ലോ, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുക് പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഞാൻ 2 കാന്താരിയാട്ടോ ഇടുന്നത്, ചെറിയുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇതിൻ്റെ കൂടെ അരിഞ്ഞില്ലല്ലോ, ഇഞ്ചി നമ്മൾ തോരനെടുക്കുകയല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഇഞ്ചി കഷ്ണം, ഉപ്പുമാവിന് എനിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അതും ഇതാ അവിടെ പാകമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും തോരനുള്ള ഉപ്പും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചേ ഉപ്പുമാവിന് ഉപ്പ് ഇടാൻ മറന്നുപോയല്ലോ, ഉപ്പിട്ടോ ഒരു ഡൗട്ട് കേട്ടോ. അപ്പം അതിൽ പിന്നെ ഉപ്പിട്ടില്ലായിരുന്നു, അത് വേഗം അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നമ്മുടെ വെള്ളം തിളച്ച് വരണം കേട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതുപോലെ റവയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പർ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലോണം ഇളക്കി ഞാൻ ഇത്തിരി റവ ഇടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഒലർന്നിരിക്കാൻ വേണ്ടി, കട്ട കെട്ടിയിരിക്കുന്നതിൽ എനിക്ക് ഇച്ചിരി ഒലർന്നിരിക്കുന്നത് ഇഷ്ടം കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചുമ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പാക്കി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പഴം കൂട്ടിയാണ്, റോബസ്റ്റ പഴമാണ്, അതിന് കൂട്ടി കഴിക്കും. പിന്നെ ചിക്കൻ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ കൂടെ ചിക്കൻ കൂട്ടി കഴിക്കും. മീൻകറി ഇഷ്ടമുള്ളവർ ഇതിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കും. അങ്ങനെ പല ഓപ്ഷനുകളാട്ടോ. പിന്നെ ഞാനിതെല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് എല്ലാത്തിൻ്റെയും ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടാട്ടോ. മീൻകറിയുടെയൊക്കെ ഇതൊക്കെ പേക്ക് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ചൂടോടെ നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുപ്പിയിലൊക്കെ ആക്കേണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാം ഒന്ന് തുറന്ന് വെച്ചേക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂട് പോകട്ടെ എല്ലാത്തിൻ്റെ എന്ന് വിചാരിച്ചാട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചീരച്ചേമ്പും ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇതൊക്കെയാട്ടോ ഇന്ന് മോനെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മീൻകറി ഒരു കുപ്പിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ മീനാണേലും മോൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റായിരുന്നു മീൻകറിക്കെന്ന് പറഞ്ഞു കേട്ടോ. അവന് ഇങ്ങനെ മീൻകറിയുടെ ചാറാട്ടോ കൂടുതലിഷ്ടം.
ചോറുണ്ണാനോ എന്തെങ്കിലും ചാറ് വേണം. കൂടുതലും ഇഷ്ടം മീൻകറിയുടെ ചാറ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഹോസ്പിറ്റലിലും കൊണ്ടുപോകും. പിന്നെ കഴുകാനൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ചീരച്ചേമ്പ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ചീരച്ചേമ്പ് ഇല്ലാത്തവരൊന്ന് നട്ടു വളർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ക്യാമറയ്ക്ക് എന്തോ ആവി തട്ടിയോന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത് പിടിപ്പിച്ചപ്പം കുറേ മങ്ങൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സും ചീരച്ചേമ്പ് കൂടുതൽ വയ്ക്കുന്നത് കുറച്ചേറെ വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് കുറവാണ് വെക്കുന്നത്, അതുകൊണ്ട് തോരനാണ് കൂടുതൽ വയ്ക്കുന്നത്. പിന്നെ ഇത് തലേ ദിവസത്തെ ചിക്കനാട്ടോ. അതെടുത്തിട്ടില്ല, അവൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ടാണ് ഈ ചിക്കൻ കഴിക്കുന്നത്. അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി വെക്കുക കേട്ടോ. തലേ ദിവസം വെച്ചതാട്ടോ, അതൊന്ന് ചൂടാക്കി വെക്കണം. പിന്നെ എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കലാട്ടോ. ലാസ്റ്റ് തോരനൊക്കെ ഉണ്ടാക്കി മുഴുവനും അവിടെ ഇവിടെയും തിരക്ക് പിടിച്ച് പണി ചെയ്യുമ്പോൾ എന്തായാലും പൊഴിഞ്ഞാടും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു ചെറിയ വീഡിയോ കേട്ടോ. എന്നോട് ഹന്നമേരിക്കുട്ടി ഒരു വേറെ വീഡിയോ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ യൂട്യൂബ് ജേണിയും എന്താണ് ഇതുവരെയുള്ള കാര്യങ്ങളും യാത്ര യൂട്യൂബ് ജേണിയുടെ യാത്രയെപ്പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ഹന്നക്കുട്ടി. മെസ്സേജ് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉടനെ അങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ചായ കുടിയിലേക്ക് പോവുക കേട്ടോ. ഈ ചായയും കൂടി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ചിൽഡ്രൻ. ടേക്ക് കെയർ. ടാറ്റ ബൈ ബൈ.